ഇടുക്കിയിലെ നമ്മുടെ മണിയാശാനോട് കിടപിടിക്കുന്ന ഒരാളെ പത്തനംതിട്ട CPM ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മണിയാശാൻ ഈ 1, 2, 3, 4 ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസ്സുകാരെ അങ്ങനെ എണ്ണി തട്ടിയെന്നാണ് പണ്ട് പ്രസംഗിച്ചത്. പിന്നെ വേറെ ഒത്തിരി പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ 1, 2, 3 പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹം കുറച്ചു കാലം കോടതി കയറി ഇറങ്ങിയെന്നാണ് ഓർമ്മ. വേറെയും പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കമ്പിള ഒരുമൈ എന്ന് പറയുന്ന സംഘടന അവിടെ CPMന് വഴങ്ങാതെ സ്വന്തം നിലയ്ക്ക് ചില സമരപരിപാടികൾ നടത്തി. അന്ന് അവർക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയതും വളരെ വിശേഷപ്പെട്ടതായിരുന്നു. ഇപ്പം പത്തനംതിട്ടയിലെ ഒരു പ്രമുഖനായ നേതാവ് അദ്ദേഹം പോലീസിനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലും ഭാര്യയും അമ്മയും പെങ്ങന്മാരും ആങ്ങളമാരും മക്കളുമൊക്കെ ഉണ്ട് എന്ന് ഓർമ്മ വേണമെന്നാണ്. എന്ന് വെച്ചാൽ CPM പറയുന്നത് പോലെ നിന്നില്ലെങ്കിൽ അവരുടെയൊക്കെ വീടുകളിൽ കയറുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി. ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ഒരു സാധാരണപ്പെട്ട ആളൊന്നുമല്ല. തലയിലൊരു വട്ടക്കെട്ടും കെട്ടി കൈലിമുണ്ടും കൊടുത്ത് തുരുമ്പിച്ചൊരു കത്തിയുമായി ജംഗ്ഷനിൽ നിന്ന് നാട്ടുകാരെ വെല്ലുവിളിക്കുന്ന ഒരു ഊച്ചാളി പീസൊന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നേരത്തെ അവിടെ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ഈ വിശേഷാൽ പ്രസംഗം മല്ലപ്പള്ളിയിൽ നടത്തിയിരിക്കുന്നത്, പത്തനംതിട്ട ജില്ലയിൽ. അതും വെറുമൊരു സമ്മേളനമൊന്നുമല്ല, ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത സമ്മേളനം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം പോലീസുകാർക്കെതിരായിട്ട് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കാര്യം വളരെ സിമ്പിളാണ്. ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ദിവസങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം ഇങ്ങനെ പോലീസിനെ വെല്ലുവിളിച്ച് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് മല്ലപ്പള്ളിയിലെ ചില CPM പ്രവർത്തകർ ഒളിത്താവള ഒരുക്കിയെന്നൊരു വിവരം പോലീസിന് കിട്ടുന്നു. അവരവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്, സംരക്ഷിക്കുന്നു എന്നൊരു വിവരം കിട്ടി. പോലീസിനെ അപ്പോൾ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? CPMൻ്റെ പ്രവർത്തകരാണ് ഇത് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അർജുനായെങ്കിയാണ് ഒളിവിൽ കഴിയുന്നതെങ്കിൽ പോലീസിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് മല്ലപ്പള്ളിയിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയാൾക്ക് വേണ്ടി പോലീസ് വലവിരിച്ചതാണ്. ആ കൂട്ടത്തിൽ മല്ലപ്പള്ളിയിൽ നിന്ന് ഒരു വിവരം കിട്ടി. സ്വാഭാവികമായിട്ട് പോലീസ് അന്വേഷിക്കും, അവിടെയൊക്കെ ചെല്ലും, അവിടെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. എന്താ സംശയം? ഇങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളിലും പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ അർജുന അയങ്കി അവിടെ ഉണ്ടോ എന്നറിയാൻ പോലീസ് ചെന്നു. അത് CPMകാർ നേതാക്കളുടെ അടുത്തായി പോയി ചെന്നത്. അത് CPMന് സമ്മതിക്കാൻ പറ്റുമോ? അപ്പോഴാണ് പറഞ്ഞത്, ഈ പോലീസുകാരന്മാരൊക്കെ ഒന്ന് ഓർത്തോണം. ഇവിടെ പോലീസുകാരാ, നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെയും വീട്ടിൽ നിങ്ങൾക്ക് കുടുംബമുണ്ട്. ആ കുടുംബമൊക്കെ ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെന്തും അങ്ങ് ചെയ്തു കളയുമെന്ന് ഈ നേതാവ് പറഞ്ഞല്ലോ. മുൻ ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. KP ഉദയഭാനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദീനം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഫ്രസ്ട്രേഷൻ CPM നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അധികാരം നഷ്ടപ്പെട്ടത്. പണ്ട് പോലീസൊക്കെ ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ പോക്കറ്റിലായിരുന്നു. അവർ പറയുന്നവരാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. അവർ പറയുന്നവരെ പ്രതിയാക്കും, അവർ പറയുന്നവരെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റും. അധികാരം മുഴുവൻ ഈ പാർട്ടി കൈവശം വെച്ച് 10 വർഷമായിട്ട് അനുഭവിച്ചു പോരുകയായിരുന്നു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങ് മാറി. അത് ചെറിയ മാറ്റമൊന്നുമല്ല. 102 സീറ്റുമായിട്ടാണ് UDF അധികാരത്തിൽ വന്നിരിക്കുന്നത്. 10 വർഷം പറഞ്ഞില്ല, ഈ സംസ്ഥാനം ഇട്ട് അമ്മാനമാടിയതായി ഈ പാർട്ടി, പിണറായി വിജയൻ മുതൽ താഴോട്ട്. അപ്പോൾ ഇതങ്ങ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഈ സഹിക്കാൻ മേലാഴിക, നിരാശ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ പോലെ പോലീസുകാർ സ്വന്തം ഇഷ്ടത്തിന് തുള്ളുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ CPMകാരെയും അന്വേഷിച്ച് പോലീസ് വരും എന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ ഉണ്ടായൊരു ദീനമായത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നട്ടാൽ കുരുക്കാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തുന്നതാണ്. അതായത് 169 ഗ്രാം MDMAയുമായിട്ടൊരു ചെറുപ്പക്കാരനെ പിടിച്ചു. അയാൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണെന്നങ്ങ് പറഞ്ഞു. ഒരു കഥയങ്ങ് പ്രചരിപ്പിച്ചു. ഇന്ന് മുഖ്യമന്ത്രി വളരെ മനോഹരമായിട്ട് അതങ്ങ് പൊളിച്ചു കൊടുത്തു. ഈ ആളിനെ അദ്ദേഹം അറിയും, മുഖ്യമന്ത്രി അറിയും. അതൊന്നും അദ്ദേഹം ഒളിച്ചു വച്ചൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു,
പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇവ മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ടീം ഇല്ല. സോഷ്യൽ മീഡിയ ടീം ഉണ്ടെങ്കിലല്ലേ അവിടെ ആരെങ്കിലുമൊക്കെ നിയമിക്കാൻ പറ്റൂ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് സോഷ്യൽ മീഡിയ ടീമുമില്ല, സോഷ്യൽ മീഡിയ ടീമിൽ അങ്ങനെ ഒരാളുമില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് CPM-ൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതങ്ങ് പറന്നു കിടക്കുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ അറസ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ അറസ്റ്റ് ചെയ്തു എന്ന ഒരു ചാനൽ വാർത്ത അത് ഫേസ്ബുക്കിലോ മറ്റേതോ സോഷ്യൽ മീഡിയയിലോ വന്നപ്പോൾ മെറ്റയിൽ പരാതിപ്പെട്ട് അത് നീക്കം ചെയ്തെന്നു. ഏത് മുഖ്യമന്ത്രിയുടെ ആഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി? അതും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനും എൻ്റെ ആഫീസ് പറഞ്ഞിട്ട് അങ്ങനെ മെറ്റയിലെ വിളിച്ചു പറഞ്ഞൊന്നും ഇതൊന്നും മാറ്റിയിട്ടില്ല. നുണയാണ്, നുണപ്രചരണമാണ്. ഇന്നലെ CPM-ൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ കണ്ടത്, ഇവിടെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ നിലവിൽ വന്നിരിക്കുന്നെന്ന്. ഏത് മെറ്റയിൽ പറഞ്ഞ് ഈ വാർത്ത മാറ്റി എന്നുള്ളത് സംബന്ധിച്ച് പറഞ്ഞതാ. പ്രഖ്യാപിക്കാത്ത അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കേരളത്തിൽ വന്നിരിക്കുന്നുവെന്ന്. ഒരിടത്ത് ഭീഷണിയാണെങ്കിൽ ഒരിടത്ത് നുണപ്രചരണം എന്ന് പറഞ്ഞാൽ ഗീവൽസൊക്കെ തോറ്റുപോകുന്നേ. നമ്മളെല്ലാവരും നുണപ്രചരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഗീവൽസിനെയാണ് ഉദാഹരിക്കുന്നത്. അദ്ദേഹമൊക്കെ മാറി നിൽക്കും. ഒരിടത്ത് അത് നടക്കുക, മറുഭാഗത്ത് ഭീഷണിയാണ്, പോലീസിനെതിരായിട്ട് ഭീഷണി, പോലീസുകാരെ എന്തൊക്കെയോ അങ്ങ് ചെയ്തു കളയും. അത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് പോലീസിനെ വിരട്ടി നിർത്താമെന്നാണ് ചിലരിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. പറഞ്ഞില്ലേ, ഫ്രസ്ട്രേഷൻ. ഈ ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. CPM എന്ത് ഭാവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ? പറഞ്ഞല്ലോ, ഏതെങ്കിലും ചീള് കേസാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, വല്ല ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം. ഇത് മുൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹമാണ് കേരളത്തിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള അതിൻ്റെ ഉത്തരവാദിത്തമുള്ള പോലീസിനെ ഇങ്ങനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ CPM-കാരെ കുറിച്ച് അന്വേഷണമൊന്നും നടത്താൻ പാടില്ലേ? അവരാരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പാടില്ലേ? എന്താണ് CPM ഉദ്ദേശിച്ച് വച്ചിരിക്കുന്നത്? ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ സമൂഹത്തിൽ ഭീതി വരുത്താനല്ലാതെ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? ഭീഷണിപ്പെടുത്തുന്നത് പോലീസിനെയാണ്. ഇവിടെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ ആളുകൾക്ക് ധൈര്യം നൽകുന്നതിന് ബാധ്യസ്ഥരായ ഉത്തരവാദിത്തപ്പെട്ട പോലീസിൻ്റെ വീട്ടിൽ കയറുമെന്ന്, അവിടെ കുടുംബാംഗങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന്. എങ്ങനെയുണ്ട്? അത് കണ്ട ഉടനെ പോലീസ് അങ്ങ് പേടിക്കും. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെന്ന് മാപ്പ് പറയും എന്നൊക്കെയാണ് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞ 10 വർഷം ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞതുപോലെ ആയിരിക്കാം ഇവിടെ പോലീസിൻ്റെ ഭരണം നടന്നിരുന്നത്. പക്ഷേ ഇപ്പോഴതല്ല, ഇപ്പോൾ വേറൊരു ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. മേപ്പടി നേതാവ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഈ കേരളം എന്താ സതീശൻ്റെയോ രമേശൻ്റെയോ മറ്റോ വകയാണോ എന്ന്. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ സഖാവി. കേരളം ആരുടെയെങ്കിലും വകയാണെന്ന് ഇപ്പോഴത്തെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകക്ഷികളോ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെ ധരിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ കുഴപ്പമായത് ഇത് പിണറായി വിജയൻ്റെ സ്വന്തമാണെന്നാണ് പാർട്ടി ധരിച്ചു വെച്ചിരുന്നത്. നിങ്ങളുടെ ഘടകകക്ഷികളെപ്പോലും നിങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല. നിങ്ങളുടെ തന്നിഷ്ടപ്രകാരമാണ് 10 വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ മുന്നണിയോ ക്യാബിനറ്റോ പോലും അറിയാതെ നയപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നിങ്ങൾ കരാറുകൾ ഒപ്പുവെച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടേതാണെന്നങ്ങ് ധരിച്ചു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകും എന്നങ്ങ് വിചാരിച്ചു. അതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് ഇത് സതീശൻ്റെയോ രമേശിൻ്റെയോ മറ്റോ ആണെന്ന് അവർക്കൊരു ധാരണയുണ്ടോ എന്ന്. അങ്ങനെയൊന്നും ആർക്കും ഒരു ധാരണയുമില്ല. ഞങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചു വന്നാൽ അത് ആർക്കും തടയാൻ പറ്റത്തില്ലെന്നാണ് ഉദയഭാനു സഖാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പോലീസിനോട്, കേരള പോലീസിനോട് നിങ്ങളെ കൊമ്പ് കോർക്കാൻ ചെന്നാൽ അവരെന്താ മാങ്ങ പറിക്കാൻ പോകുമോ? അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? ഈ അടുത്ത കാലത്ത് നടന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. ED ഉദ്യോഗസ്ഥന്മാർ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ വന്നു. അപ്പോഴേക്ക് നേതാക്കന്മാർ പാർട്ടി പ്രവർത്തകരെ ഇവിടെ വിളിച്ചുകൂട്ടി, ഫോൺ വിളിച്ചു പറഞ്ഞ് ഇനി വരാൻ പറഞ്ഞു. നമുക്ക് ഈ ED ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അവരുടെ ചില വാഹനങ്ങളൊക്കെ തകർത്തു, അവരുടെ കാറിലൊക്കെ ഇടിച്ചു. കാര്യം ശരിയാ. പക്ഷേ സഖാക്കൾ പോയി എത്ര ദിവസം അകത്ത് കിടന്നെന്നറിയാവോ? എത്ര ദിവസം ഗോതമ്പ് എന്നറിയാവോ? ജാമ്യം കിട്ടാൻ എത്ര പടാപ്പാട് കഴിക്കേണ്ടി വന്നു എന്നറിയാവോ? അതിൻ്റെ അന്വേഷണം ഇപ്പോൾ സാധാരണ പ്രവർത്തകന്മാരിൽ നിന്ന് നേതാക്കളിലേക്ക് കടക്കുക.
പണ്ട് നിങ്ങൾ പോലീസിനെ ഉദ്ദേശിച്ച രീതിയിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴതല്ല. നിങ്ങളല്ല ഇപ്പോൾ ഭരിക്കുന്നത്, അത് മനസ്സിലാക്കണം. നിങ്ങൾ പണ്ടും ഇതുപോലെ പോലീസിനെതിരായിട്ട് ഇതുപോലെയുള്ള ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധം അന്വേഷിച്ച ഷൗക്കത്ത് അലി അദ്ദേഹത്തോട് ഇത് പറഞ്ഞതാ, സൂക്ഷിച്ചോണം, നിങ്ങളുടെ മക്കളൊക്കെ എവിടെ പഠിക്കുന്നത് ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തും ആളുണ്ട്, ഞങ്ങളെ കണ്ട് കൈകാര്യം ചെയ്ത് കളയെന്നൊക്കെ പറഞ്ഞതാ. എല്ലാവരെയും പിടിച്ചു. ഭാഗ്യത്തിന് നേതാക്കളുടെ ഇൻവോൾവ്മെൻറ്റിലേക്ക് അന്വേഷണം പോയില്ല എന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു. സാധാരണ നിങ്ങൾ ആളുകളെ കൊന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ പ്രതികളായിട്ട് കൊടുക്കുന്ന പതിവ്. ഇത് സാക്ഷാൽ പ്രതികളെ തന്നെ പിടിച്ചു. നിങ്ങളുടെ പാർട്ടി ഗ്രാമമായ മുഴക്കുന്നിൽ ഒളിച്ചിരുന്ന പ്രതികളെ വരെ പിടിച്ചു. എന്നിട്ട് നിങ്ങൾ ഷൗക്കത്ത് അലി എന്തെങ്കിലും ചെയ്തോ? അദ്ദേഹം ഇപ്പം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 10 സഖാക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ചാൽ ആളുകൾ ഇത് കേട്ട് ഭയപ്പെട്ടു പോകുന്നു കരുതരുത്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാറിയ കാലമാണ്, മാറിയ കാലാവസ്ഥയാണ് രാഷ്ട്രീയത്തിൽ. ആ കാലാവസ്ഥാ മാറ്റം കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ വലിയ പരാജയം ഉണ്ടായത്. അത് മനസ്സിലാക്കണം പാർട്ടിയുടെ നേതൃത്വം. എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി നടക്കാൻ പോവുകയാണല്ലോ, അവിടെ ഇതൊക്കെ ചർച്ച ചെയ്യണം. ഇത്തരത്തിലുള്ള ഭീഷണിയാണോ വേണ്ടത്? അങ്ങനെയാണോ പാർട്ടി പ്രവർത്തിക്കേണ്ടത്? അങ്ങനെയുള്ളവരാണോ പാർട്ടിയെ നയിക്കേണ്ടത്? അത് ആലോചിക്കേണ്ട കാര്യമാണ്. പാർട്ടി ആ വഴിക്കും കൂടെ ചിന്തിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ആളുകളെ, ഇത്തരത്തിൽ പ്രസംഗിക്കുന്നവരെ, സംസാരിക്കുന്നവരെ നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് വിടുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം. സാക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് ആർക്കും എന്തും വിളിച്ചു പറയാം. വൈ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ എന്തും പറയാം. പക്ഷേ അത് പാർട്ടിക്ക് തന്നെയായിരിക്കും അവസാനം ദോഷം ചെയ്യുക. ഈ പ്രസംഗത്തിൻ്റെ പേരിൽ പോലീസ് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ നടപടി എടുക്കേണ്ടതാണ്, കേസെടുക്കേണ്ടതാണ്. ഇതൊരുമാതിരി ഭീഷണി പ്രസംഗമാണ്. പോലീസുകാർക്കെതിരെ നടത്തിയ പ്രസംഗമാണ്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നവരെ ആരെയും ഭീഷണിപ്പെടുത്തും. ഇത് മുളയിലെ നുള്ളുകയാണ് വേണ്ടത്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്.